അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹബ്ബീങ്ങളെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ദിവസം ഇബ്ലീസിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോകുവാനും അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാനും അള്ളാഹു കൽപ്പിച്ചു. അങ്ങനെ ഇബ്ലീസ് ഒരു ഷെയ്ഖിൻ്റെ രൂപത്തിൽ കയ്യിൽ ഒരു വടിയുമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ എത്തി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നീ ആരാണ്, എന്തിനു വന്നു എന്ന് ചോദിച്ചു. അതിന്, ഞാൻ ഇബ്ലീസ് ആണെന്നും എന്നോട് നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് എന്നും ഇബ്ലീസ് മറുപടി പറഞ്ഞു. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ശപിക്കപ്പെട്ടവനെ, എൻ്റെ ഉമ്മത്തിൽ നിനക്ക് ഏറ്റവും ദേഷ്യമുള്ളവർ, നിന്റെ ശത്രു ആരാണ്? അതിന് ഇബ്ലീസ് പറഞ്ഞത്, അങ്ങയുടെ സമുദായത്തിലെ 15 വിഭാഗം എൻ്റെ ശത്രുക്കളാണ് എന്നാണ്. ഈ 15 വിഭാഗം ആരെല്ലാമാണെന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കേൾക്കാൻ നോക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ 15 വിഭാഗം ആളുകളിൽ ഒന്നാമത്തെ വിഭാഗം നിങ്ങൾ തന്നെയാണ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. കാരണം ഞാൻ ജനങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിങ്ങൾ അവരെ നേർമാർഗത്തിലേക്ക് ആക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ശത്രുവാണ്. 2. നീതിമാനായ ഭരണാധികാരി. 3. സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കാത്ത മുതലാളിമാർ. 4. സത്യസന്ധനായ കച്ചവടക്കാരൻ. 5. അള്ളാഹുവിനെ പേടിച്ച് കരയുന്ന പണ്ഡിതൻ. 6. സദാ ഉപദേശം ചെയ്യുന്ന വിശ്വാസി. 7. എല്ലാവരോടും അലിവ് കാണിക്കുന്ന വിശ്വാസി. 8. സ്ഥിരമായി തൗബ ചെയ്യുന്നവൻ. 9. ഹറാമിനെ തൊട്ട് സൂക്ഷ്മത പുലർത്തുന്നവർ. 10. സൽസ്വഭാവിയായ വിശ്വാസി. 11. ധാരാളം സ്വതക്ക ചെയ്യുന്ന വിശ്വാസി. 12. ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന വിശ്വാസി. 13. സദാസമയവും വുളുവോടു കൂടി നിലകൊള്ളുന്ന വിശ്വാസി. 14. പരിശുദ്ധ ഖുർആൻ സ്ഥിരമായി പാരായണം ചെയ്യുന്നയാൾ. 15. ജനങ്ങളെയെല്ലാം ഉറങ്ങുമ്പോൾ നിസ്കരിക്കുന്നവർ. ഇങ്ങനെ 15 വിഭാഗം ആളുകളെയാണ് ഇബ്ലീസിന് ശത്രുതയുള്ളത്. ഇപ്പോൾ നാം ആലോചിക്കണം, ഇവരെല്ലാം ഇബ്ലീസിന് ശത്രുതയാണെങ്കിലും റബ്ബിൽ ഇവർ അടുത്തവരാണ് അല്ലേ? അപ്പം ഇതിലേതെങ്കിലും നമ്മൾ ആവാൻ ശ്രമിക്കണം. ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ.